ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ബോട്ടിലിൽ എങ്ങനെ കലണ്ടർ അതായത് സിമ്പിളായിട്ട് ഡെക്കർ ചെയ്യാം എന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാനിതിൽ ചെയ്തേക്കുന്നത് പ്രിൻ്റ് എടുത്തേക്കാണ്, ലേസർ പ്രിൻറ്റിംഗ് ആണ് എടുത്തേക്കുന്നത്, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നല്ലോണം വരയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് മാർക്കർ, അതായത് നമ്മുടെ CD മാർക്കർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ബോട്ടിൽ ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. അല്ല വെച്ചാൽ വേറൊരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കുക, അതിന് ശേഷം നമുക്ക് വണ്ടി കിട്ടില്ല കാർബൺ പേപ്പേഴ്സ്, അത് ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്യാം ബോട്ടിലിൽ. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് കാണിക്കാത്തത്. ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നത് എന്താ പറയുക, പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് ഡിക്ക് പേജ് പോലെ ഒട്ടിച്ചേക്കുന്നതാണ് ഇന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബോട്ടിലായിട്ട് ചെയ്യാനുള്ള ബോട്ടിലിൽ ഞാൻ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് നമുക്ക് കലണ്ടറിൻ്റെ പ്രിൻ്റ് എടുത്തേക്കുന്ന കുറച്ച് കട്ടിങ്സ് ആണ്, അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടത് കലണ്ടറിൻ്റെ പ്രിൻ്റ് ഓരോന്നും എടുത്തിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ചെറുതായിട്ട് ഒരു ഡ്രോപ്പിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ട് കൈ തൊട്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ പുറകിലത്തെ ഒരു കോട്ട് ഇളക്കി കളയുക. ജസ്റ്റ് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി, ഒരുപാട് സ്പീഡിൽ ചെയ്താൽ കീറിപ്പോവും. സോ പതുക്കെ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒരു കോട്ട് ഇളക്കി കളയുക. ഇതേപോലെ ഞാനിങ്ങനെ ഒരു കോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, ലേസർ പ്രിൻ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് കളർ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തെളിച്ചുണ്ടാവാതിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇതേപോലെ തന്നെ പ്രിൻ്റ് എടുത്തതാണ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അത് ഇതേപോലെ തന്നെ കണ്ടോ, ബാക്ക് സൈഡ് നമ്മൾ ഡെക്ക് പേജിൻ്റെ ഷീറ്റ് പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. പ്രിൻ്റെല്ലാം കളഞ്ഞിട്ട് ഒരു കോട്ട് കളഞ്ഞിട്ട് പേപ്പർ പോലെ തന്നെ കട്ടി പറഞ്ഞാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെയ്യണേ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. ഇനി ഞാൻ ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണേ. കണ്ടത് നമ്മുടെ സാധാ പ്രിൻ്റഡ് പേപ്പറാണ്. ഒരു കോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും, കട്ടിയൊന്നും ഉണ്ടാവില്ല, അതായത് മൊച്ചൊന്നും നിൽക്കില്ല. സാധാ നമ്മുടെ ഡിക്ക് പേജ് ഷീറ്റ് പോലെ തന്നെ ഇരിക്കും. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം മോഡ് പോച്ച് അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒരു കോട്ട്, ചെറിയൊരു കോട്ട് മോഡ് പോച്ച് അപ്ലൈ ചെയ്യണേ. മാക്സിമം ഒട്ടിക്കുമ്പോൾ തന്നെ അലൈൻമെൻ്റ് ഒന്നും മാറാതെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞാനിതിൻ്റെ മുകളിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, ചെറിയതായിട്ടൊന്ന് ഒരു ക്ലിയർ വാർണിഷിന് ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 2020 എന്ന് പറയുന്നൊരു പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.